ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഏതാണെന്ന് വെച്ചാൽ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ഇതിൻ്റെ വേറൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം. ഇങ്ങനെ ഒരു മാലിയോ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ടുണ്ട്. ബസ് സിമുലേറ്റർ ID, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്നാണ് അതിൻ്റെ അർത്ഥം. ലോഗിൻ ആൻഡ് ലോഡ് പ്ലെയർ ഡാറ്റ, പ്രിപ്പയറിംഗ് വെഹിക്കിൾ. ഇതാണ് എൻ്റെ വണ്ടി. ഞാൻ വെറുതെ ഒരു എടുത്ത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ നിങ്ങളെ എങ്ങനെയാണ് മോഡ് കയറ്റുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത വണ്ടിയാണ്. സ്പടികമാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ വണ്ടി. ഇതായിരുന്നു ഇത് ബസ് സിമുലേറ്റർ ആദ്യമായിട്ട് കയറ്റിയപ്പം. അപ്പോൾ നമുക്ക് കാരിയർ മോഡ് കളിക്കാം. ഇത് ഞാൻ എവിടെയാണ് പോയിരുന്നത്, നമുക്ക് മാപ്പൊന്നും നമ്മൾ ഡൗൺലോഡ് ആക്കിയിട്ടില്ല കേട്ടോ, കാരണം ആഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ആഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യ ഡൗൺലോഡ് ഉണ്ടാവും. ഞാൻ അത് ഒരു പ്രാവശ്യം കളിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾ ഇതിൻ്റെ താഴെ. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അത് കയറ്റിയിട്ട് അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാ സെറ്റപ്പ് സെൻസ് സ്റ്റാർട്ടിങ്. ഓക്കെ, രാത്രിയാണ് കേട്ടോ, ലൈറ്റ് ഇട്ടേക്കാം. ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ചെറിയൊരു വെട്ടമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മൊത്തം വ്യൂ എന്ന് പറയുന്നത്. സ്പടികം പ്രത്യേകിച്ച് ലൈറ്റിംഗ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഈ വ്യൂ ആണ് പ്രത്യേകിച്ച് ഇഷ്ടം. സ്കിപ്പ് കൊടുക്കാം, ഇപ്പോൾ പെട്ടെന്നാവും. അധികം വെളിച്ചം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ചെറിയൊരു വെട്ടമേ ഉള്ളൂ. മറ്റേ വെഹിക്കിളല്ല, വണ്ടി ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. മറ്റേ ഇതിൻ്റെ അകത്ത് ഒറിജിനലായിട്ടുള്ള വണ്ടി ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ എന്തോ പോലെയുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോളെല്ലാം മാറി. കണ്ടോ, ഫുള്ള് വലിച്ചിട്ടും പെട്ടെന്നൊന്നും വളയുന്നില്ല. മറ്റേതാണ് പെട്ടെന്ന് വളഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, മറ്റേ വണ്ടി എടുത്തിട്ട് വരാം. അതായിരിക്കും കുറച്ചുകൂടി എനിക്ക് ഓടിക്കാൻ കംഫർട്ട്. പിന്നെ ഫുൾ ആഡാന്ന് തോന്നുന്നു. ഇപ്പം ഇതാ പോകുന്നുണ്ട്, ലോബിയിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഗ്യാരേജിൽ പോവാം. ഗ്യാരേജിൽ പോയി ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണം, കാരണം മോഡ് കയറ്റിയതല്ലേ. മോഡായതുകൊണ്ട് ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ ആയിട്ടുണ്ട്. ഇത് തന്നെ എടുക്കാം നമുക്ക്. ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരിയർ മോഡ് കണ്ടിന്യൂ കൊടുക്കാം. അത് ഒന്നുകൂടി എടുക്കേണ്ടി വരും, കാരണം മോഡ് എടുത്തിട്ട് ഇത് ഓക്കെ ആഡ് തീർന്നിട്ടുണ്ട്. അത് കുറേ സമയമുണ്ട് കേട്ടോ. അത് എപ്പോഴും ആഡാണ്, അതെനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഈ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ പറയുന്ന ഗെയിമൊക്കെ നമ്മൾ കളിക്കാം. ഫ്രീ ആയിട്ടുള്ള ഗെയിമേ, അല്ലാത്തൊന്നും പറഞ്ഞേക്കരുത്. നമുക്ക് റവന്യൂ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത് അത്യാവശ്യം വിളിച്ചുണ്ട്. പിന്നെ ഇതിനാണ് എനിക്ക് കുറച്ചൊരു കൺട്രോൾ ഉള്ളത്. സ്കിപ്പ് കൊടുക്കാം. ഓക്കെ, നമ്മൾ പോവാം. ഉണ്ടോ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി കൺട്രോൾ ഉണ്ടെങ്കിൽ. അടി പോയി തട്ടിയിട്ടുണ്ട്, അടിയും സൈഡും പോയി തട്ടിയിട്ടുണ്ട്. കുറേ ദിവസമായി ഇത് ഓടിച്ചിട്ട്, അതാണ് പ്രശ്നം. നമ്മൾ പോവാണ്. രാത്രിയാണ് കേട്ടോ ഗൈസ്. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും അത്ര വർക്കിംഗ് അല്ല എന്ന് തോന്നുന്നു. അധികം വെളിച്ചമില്ല. കുറച്ചുകൂടി ഇവർ അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണ്. കുറച്ചുകൂടി നല്ല ഇത് ലൈറ്റ് വേണമായിരുന്നു. നമുക്ക് ഈല കയറും കിട്ടില്ല.
വെച്ചുകൊണ്ട് പോവാണ് ഗായ്സ്. ഗായ്സ് ഓ ചെറുതായിട്ടൊന്ന് ബാക്ക് തട്ടിയിട്ടുണ്ട് ഗായ്സ്. അത് നമ്മളെ ഗേറ്റ് ഇടാൻ സമ്മതിച്ചിട്ടില്ല. അത് നമ്മളെ ഗായ്സ് അപ്പോൾ അത് ഒരാൾ വന്നതാണ് ഇവിടെ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി ഇടിച്ചത്. മനസ്സമാധാനമായിട്ട് വീഡിയോ എടുക്കാനും സമ്മതിക്കില്ല ഗായ്സ്. എന്ത് ചെയ്യാനാണ്, ഞാനെന്തിനാ ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോകുന്നത് ഗായ്സ്. ഓക്കേ നമ്മൾ സൈഡിലോട്ട് പോയിട്ടുണ്ട്. ഇതങ്ങ് ഇടിച്ചാലോ, നമ്മൾ ഹെൽത്ത് വരാം. ഒന്നാമത് ലോഡിങ് മാപ്പ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ചേട്ടൻ ബൈക്കിലൊക്കെ ഒന്നാലാണ് ഹെൽത്ത് വന്നിട്ടുള്ളത്. ഇത് ഫുൾ ആഡാണല്ലോ ഗായ്സ്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബസ് സിമുലേറ്റർ ഗായ്സ്, ഇതിനകത്ത് ബസ് സിമുലേറ്ററിൻ്റെ ആഡിന് വേറെ ബസ്സിൻ്റെ ഇത് ആഡ് കൊടുത്തിരിക്കുന്നത്. അയ്യോ, ബസ് സിമുലേറ്ററിൻ്റെ ആഡിൽ അല്ല, ബസ് സിമുലേറ്ററിൻ്റെ ഗെയിമിൽ വേറെ ബസ്സിൻ്റെ ആഡ് കൊടുത്തിരിക്കുന്നു. ഓക്കെ ലോഡിംഗ് ആണ്. ഡ്രൈവ് ടു ബൻഗുങ്. അതെന്താ പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല. ബാൻഡുങ്. യോ ബ്രേക്കിങ് കുറവാട്ടോ. ഇവനിനി പോവില്ല. സാറ്റലൈറ്റ് കിട്ടും. പുറകോട്ടെടുക്കാം. അവൻ സാറ്റലൈറ്റ് കിട്ടും, അതുകൊണ്ട് പോവില്ല. ചെറുതായിട്ട് ഹാങ് ആവുന്നുണ്ടോന്ന്. FPS 27-ലൊക്കെയാണ്. 30 ഫ്രീ പൈസ ഇഷ്ടം പോലെയല്ല, നമുക്ക് പൈസ കൊടുക്കാം. നമ്മുടെ അടുത്തിപ്പം RP ഉള്ളത് ഇത്രയാണ്. ഈ ഗെയിമിൻ്റെ അകത്തെ പൈസ അത് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. RP 90 90 നേരത്തെ 95 ഇപ്പോൾ 90 5 അവിടെ കൊടുത്തല്ലോ. നമ്മൾ പോവാണ്. ആട്ടി പോവാ, ഇടിച്ചാലൊന്നും പ്രശ്നമില്ല. അയ്യോ ഗായ്സ് ചെറുതായിട്ടൊന്ന് പിന്നു കൊടുത്തു. 15 FPS ആണ്, അതാണ് ഇങ്ങനെ നമ്മൾ നേരെ ആട്ടെ. ഇതൊന്നും നേരെ ഓക്കെ 22 25 ഇതിന് അയ്യോ മതിലിട്ട് പോയി ഇടിച്ചിട്ടുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാണ്, മതിലിൻ്റെ ഒക്കെ പോയി ഇടിച്ചിരിക്കയോ. ആട്ടാൻ കഴിയാണ് ബസ്സൊന്നും ആട്ടാൻ ആട് ബസ്. ആദ്യം നമുക്കൊന്ന് ഇങ്ങനെ എന്നാലേ മൊത്തം ആടും. പിന്നെയും പോയിച്ചിട്ടുണ്ട്. ഇടിച്ചില്ല, ഇടിച്ചു. ഇതെന്താ സ്പീഡില്ലാത്ത വണ്ടിയാണ്. അപ്പം ഞാൻ ആ സ്ഥലത്ത് എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഗായ്സ് പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് പുറകിലൊരു സൗണ്ട് കേൾക്കാൻ പറ്റും വീടിൻ്റെ പുറകിലായിട്ട്. അത് ഇവിടെ പണി നടക്കുവാണ്. പണി നടക്കുമ്പോഴാണ് പരുന്തുകൾ കടലാനകൾ കാട്ടൊരുവങ്ങൾ പലകാല പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം പുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടു. സ്ഥലം കഴിയണം എത്തണത്. വീഡിയോ ലഭ്യമാവും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. അപ്പോൾ ഗെയിം ഭയങ്കര സൗണ്ടാണ് കേട്ടോ.
നമ്മൾ പറയുന്നത് നിൽക്കുക. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ നേരത്തെ പറഞ്ഞത് കേട്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. ഓക്കെ ഗായ്സ്.